ശ്രീ ജെ നന്ദകുമാർ, രാമൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, പുണ്യപുരുഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജാതി മത രാഷ്ട്രീയത്തിനൊന്നും സ്ഥാനമില്ല. ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠ ദിവസം രാംലല്ലയെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദീപം തെളിയിക്കണം, മധുരം വിളമ്പണം, പ്രാർത്ഥനകൾ ചൊല്ലി അദ്ദേഹത്തെ വരവേൽക്കണം, രാംലല്ലയെ വരവേൽക്കണം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയാണോ, ഒറ്റപ്പെട്ടതാണെങ്കിലും സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം, അതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഇതൊക്കെയും ഒരു ആത്മാഭിമാനമില്ലാത്ത, നാടിനെ കുറിച്ചോ ഈ സംസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ചോ അശേഷം അവബോധമില്ലാത്തവരുടെ ജൽപ്പനങ്ങളാണ് ഇത്. ഇപ്പൊ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നാളെ നടക്കാൻ പോകുന്നു. അതിന്റെ ഒരർത്ഥത്തിലുള്ള ഉത്സവ പ്രഹർഷമാണ്, ഉത്സവത്തിന്റെ അലയൊലികളാണ് ലോകം മുഴുവൻ, ഭാരതത്തിൽ മാത്രമല്ല. അതിൽ നിന്ന് ചുരുങ്ങിയ പക്ഷം കേരളീയരെങ്കിലും ശ്രദ്ധ തിരിക്കാൻ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ നടത്തുന്ന അഭ്യാസങ്ങളാണ് ഇതൊക്കെ. ഇപ്പോ ലോകം ആരാധിക്കുന്ന ഗായികയാണ് ചിത്ര ചേച്ചി, എല്ലാവർക്കും ആരാധ്യയാണ്. ഒരു പക്ഷേ ലതാ മങ്കേഷ്കർക്ക് ശേഷം അതേപോലെ ഭാരതം കൊണ്ടാടുന്ന ഒരു ഗായികയാണ്. അവർക്ക് അവരുടെ ഭക്തി ഒരല്പം, ആ ഭക്തിയുടെ ഭാവങ്ങളൊന്ന് വെളിപ്പെടുത്തുന്നതിൽ എന്താണ് ഇവർക്ക് ഇത്ര അമർഷം? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അവർ പറഞ്ഞത് 5 ബോംബ് എടുത്തിട്ട് വല്ല പോലീസ് സ്റ്റേഷനിൽ എറിയാനല്ല പറഞ്ഞത്. നമ്മുടെ ഒരു പഴയ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ബോംബുണ്ടാക്കാൻ പോലീസ് സ്റ്റേഷന് ഉള്ളിലിട്ട് ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ ആള് പിന്നീട് ആഭ്യന്തരമന്ത്രിയായി. നമ്മൾ ചിത്ര ചേച്ചി പറഞ്ഞ അതല്ലല്ലോ. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ അവിടെ തിരി തെളിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിന്റെ പൂജാമുറിയിൽ 5 തിരിയിട്ട നിലവിളക്ക് തെളിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതൊരു മഹാപരാധമാണ്. പക്ഷെ അതൊരു അപരാധമാണെന്ന മട്ടിൽ കുറെ ആൾക്കാര്, അവർക്കൊക്കെ ഈ ഭാരതത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക ചരിത്രത്തിൽ എന്ത് ഇടമാണുള്ളത്? ഓരോരുത്തരെയും എതിരായിട്ട് പറയുകയാണ്. ഇതൊരർത്ഥത്തിൽ സത്യത്തിൽ ഇതൊരു വലിയ ഭീകരമായ സ്ഥിതിയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. കേരളത്തിന്റെ പ്രത്യേക അവസ്ഥയിൽ നമുക്കത് വലുതായി തോന്നുന്നേ ഉള്ളൂ. മൊത്തം ഭാരതത്തിന്റെ ഈ പ്രയാണം ഉണ്ടല്ലോ, അതൊരു വലിയ മുന്നേറ്റമാണ്. ഒരു സാർത്ഥവാഹക സംഘം അതാ ഗജവീരന്മാരുടെ മേലെ അലങ്കരിച്ചു വെച്ച് നെറ്റിപ്പട്ടവും ഒക്കെ കെട്ടി അശ്വങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സേന മുന്നേറുകയാണ്. അതിന് ഈ ഓരത്ത് നിന്നിട്ട് കുരച്ചതുകൊണ്ട്, ഈ കൂട്ടർ കുരച്ചതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? അത് മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. ഇപ്പൊ ഇതാ ഓരോരുത്തരും ചെയ്യുന്നത് എന്താ, തങ്ങളാൽ ആവത് ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അവരുടെ പ്രഖ്യാപനം നടത്തി. നാളെ 2:30 മുതലേ, അതായത് രാമലാലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് കൊണ്ട് നാളെ 2:30 മുതലായിരിക്കും ഓഫീസ് എന്ന് ഇംഗ്ലീഷിൽ പരസ്യപ്പെടുത്തിയത്. ഉള്ളതാട്ടെ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ എന്താ ഇട്ടേക്കുന്നത് നോക്കിയേ. ഇപ്പൊ മാറ്റിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ആ കാരണം മാത്രം എഴുതുന്നില്ല. രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠ കാരണം 2:30 മുതലേ ഓഫീസ് പ്രവർത്തിക്കുള്ളൂ. ഉദ്യോഗസ്ഥർക്കൊക്കെ അത് ചുരുങ്ങിയ പക്ഷം എല്ലാവർക്കും അവിടെ പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ചുരുങ്ങിയ പക്ഷം TV-യിലൂടെ എങ്കിലും കാണാൻ, രാമനാമം ജപിക്കാനുള്ള അവസരത്തിനാണ് അവരത് പറഞ്ഞത്. അതിലെ പറഞ്ഞ കാരണം ഒഴിവാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടു. ഇതിനെ എന്ത് വിശേഷിപ്പിക്കേണ്ട? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജാതി കൊതിക്കറു എടുത്തിട്ട് പറയുന്നത് പോലെയാണ്. ഇത് തങ്ങളുടെ ഉള്ളിലെ ഈ നൈരാശ്യം, ഒരു തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കുകയാണ് ഈ കൂട്ടർ. ഫ്രസ്ട്രേഷൻ. ഇത് കഴിഞ്ഞ ദിവസം ഇവരൊക്കെ കടന്നു കൊണ്ടാടിയ അൻസാരി എന്ന് പറയുന്നത് ഇതിന്റെ ലിറ്റിഗന്റ് ആണ്. അയോധ്യയിലെ മുസ്ലിം പക്ഷത്ത് നിന്ന് കേസ് കൊടുത്ത ആളാണ്. അദ്ദേഹം അവിടെ നിലവിളക്കുമുണ്ട്, രാമ വിഗ്രഹവും കൊണ്ട്, അക്ഷതവും കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ശ്രീരാം ജയറാം ജയറാം എന്ന് പറയുകയാണ്. അതിന് അദ്ദേഹത്തിന് ഇസ്ലാമിക മതബോധം തടസ്സമാകുന്നില്ല. ഇതെന്താ അവർ കാണാത്തത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ സോക്കോൾഡ് മാധ്യമങ്ങൾ ഇത് കാണിക്കാത്തത്? അത് കാണിക്കാൻ തയ്യാറാവുന്ന ജനം TV-യെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആദ്യകാലം മുതലേ രാമജന്മഭൂമിയെ അയോധ്യയെന്നും അത് രാമന്റെ ജന്മസ്ഥാനമായിട്ടും കാണാൻ അവിടെ ഉണ്ടായിരുന്നത് രാമക്ഷേത്രം മാത്രമായിരുന്നുവെന്നും ആ ക്ഷേത്രം തകർത്തു പണി കഴിപ്പിച്ചതൊരു ആരാധനാലയമല്ല, ഒരു മതസ്ഥാപനമല്ല, ഒരു അധിനിവേശത്തിന്റെ ഒരു മിനാരം മാത്രമായിരുന്നു എന്ന് പറയാൻ, ഒരു തർക്ക കെട്ടിടമായിരുന്നു എന്ന് മാത്രം പറയാൻ തയ്യാറായ TV-യാണ്, ചാനലാണ് ജനം TV. എൻ്റെ ഒരു അഭ്യർത്ഥന, എന്നെ കാണുന്ന ആൾക്കാര് ഈ രാമജന്മഭൂമിയിലെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ജനം TV-യിലൂടെ മാത്രം കാണണം. കാരണം മറ്റു പലരും അതിനെ ഈ കഴിഞ്ഞ ദിവസം വരെ എന്താ വിളിച്ചിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിധി വരുന്ന ആ പ്രധാനപ്പെട്ട 2019 ആ വിധി വരുവോളം എന്താണ് മലയാളത്തിലെ ചാനലുകളും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോഴും ദൃഢതയോടുകൂടി രാമരാമൻ ജപിക്കാൻ
ശ്രീരാമ ജയത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായ ജനം ടി വി ഈ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറാവുകയാണ്. ഏതായാലും ഞാൻ പറയുന്നത്, അഫ്ഗാനിസ്ഥാനും ഇറാനും ഇന്തോനേഷ്യക്കും ബർമയ്ക്കും തായ്ലൻഡിനും അമേരിക്കയ്ക്കും ഒന്നും ഇല്ലാത്ത ഐത്തമാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ മേലാളന്മാർക്ക് ഉള്ളത്. അവരതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിക്കുക മാത്രമേ ഉള്ളൂ. ഇതിന്റെ ചരിത്രം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ തക്കവണ്ണം ഒരു ചങ്ങല പിടിച്ചിട്ടും കാര്യമില്ല. തുരുമ്പെടുത്ത ചങ്ങലകൾ പൊട്ടിച്ചിതറിക്കഴിഞ്ഞിരിക്കുന്നു. ഭാരതം അതിന്റെ പ്രയാണം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒറ്റ കാര്യം കൂടി, എന്തായാലും താങ്കൾ നൽകിയ പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. ടീം ജനത്തിന്റെ ഭാഗമായി ഞാൻ നന്ദി പറയുന്നു. ഒറ്റ കാര്യം കൂടി, കാരണം താങ്കൾ പറഞ്ഞ പോലെയാണ് ആനയും അമ്പാരിയും ഒക്കെയായി ഒരു വലിയൊരു ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓരം ചേർന്ന് നിന്ന് കുരയ്ക്കുന്നവർക്ക് സ്ഥാനമില്ല. പക്ഷേ കേരളത്തിൽ പുതിയ തലമുറ കൾച്ചറലി റൂട്ടഡ് അല്ല എന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്ന ഒരു പുതിയ തലമുറ ഇവരുടെയൊക്കെ ഇതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നുണ്ട്. ഈ ചരിത്രമൊക്കെ കുഴിച്ചു മൂടിയവർ, അതൊക്കെ പുറത്തെടുക്കുന്ന ചരിത്രകാരന്മാർ ഉൾപ്പെടെയുണ്ട്. പക്ഷേ മാറിയ ചരിത്രത്തൊക്കെ NCERT വഴി താങ്കൾ പറഞ്ഞ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും. പക്ഷേ അങ്ങനെയെങ്കിൽ പറഞ്ഞാൽ മുഗളന്മാരുടെ അധിനിവേശ ശക്തികളുടെയൊക്കെ ചരിത്രം പഠിപ്പിക്കുന്നതിന് പകരമായി നമ്മുടെ ഭാരതത്തിൻ്റെ ആ പഴയ പ്രതാപമൊക്കെ പഠിപ്പിക്കുന്ന മാറുന്ന കാലത്ത്, പ്രത്യേകിച്ചും ഭാരതം വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായും ഇത് വേണ്ടതാണെന്ന് തോന്നുന്നു. പുതിയ കുട്ടികൾക്ക് നമ്മുടെ ഒരു ചരിത്രവും നമ്മുടെ ആ ഒരു പ്രതാപവും ഒക്കെ തന്നെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പെട്ടെന്ന് ഒരുങ്ങണമെന്നാണ് എന്തോ വ്യക്തിപരമായി തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. കേരളത്തിലും ആ മാറ്റം വരിക തന്നെ ചെയ്യും. ആ മാറ്റത്തിന്റെ വലിയ ചലനങ്ങൾ ദൃശ്യമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കരുതണ്ട നമ്മുടെ വരുന്ന തലമുറ ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, വേദനയോടെ ഉൾക്കൊള്ളുന്നില്ല എന്ന് ധരിക്കേണ്ടതില്ല. നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ചില അബദ്ധസഞ്ചാരം നടത്തുന്ന ചിലരുടെ വാക്കുകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ കേരളത്തിലെയും വളർന്നു വരുന്ന തലമുറ ഈ വസ്തുത ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് വസ്തുത. അതിന്റെ പ്രകടമായ ഉദാഹരണമല്ലേ ഇന്നലെ കുട്ടിഘോഷിച്ച് നടത്തിയ ചങ്ങലയിൽ യുവാക്കളുടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ചെറുപ്പക്കാരുടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടേ ഉൾക്കൊണ്ടുപോയ ആ നുണയുടെ അടിത്തറയെ അതേപോലെ നിലനിർത്താൻ ബാധ്യതപ്പെട്ട കുറെ വൃദ്ധന്മാര് ചേർന്നൊരു ചങ്ങല കെട്ടി. യുവാക്കൾ വലിയ തോതിൽ അതൊന്ന് മാറി നിന്നു എന്ന വസ്തുത യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിച്ചു ജനം ടി വി. ഞാൻ അത് കാണുകയുണ്ടായി. അപ്പോ സത്യത്തിൽ ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ അക്ഷതവുമായി നടക്കുന്ന യാത്രയിൽ പങ്കെടുക്കുന്ന ആരാ? ഞാൻ കണ്ട അത്രയും യാത്രകളിൽ ഭൂരിപക്ഷവും കുട്ടികളാണ് പങ്കെടുക്കുന്നത്. കൊച്ചുകുട്ടികൾ, യുവാക്കന്മാർ, വിദ്യാർത്ഥികൾ അഭിമാനത്തോടെ അവിടെ രംഗത്തെത്തുകയാണ്. അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, വിവിധ ദേശീയ മാധ്യമങ്ങളിലൂടെയുള്ള ദൃശ്യങ്ങൾ ഞാൻ കണ്ടു. അവിടെ അനുവാദം ഇല്ലെങ്കിൽ കൂടി അവിടെ എത്തി തമ്പടിച്ച് കിടക്കുന്ന കൂട്ടരാരാ? വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടികൾ അവർ വരികയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവരൊക്കെ എന്ത് തടയാൻ ശ്രമിച്ചാലും അതിന് മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ യുവാക്കൾ, പഠിക്കുന്ന ചിന്താശേഷിയുള്ള കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അയോധ്യയിലെ ഒരു രാമക്ഷേത്രം അത് രാമഭജന നടത്തുന്ന ഒരു മന്ദിരം മാത്രമല്ല, ഒരു ഹാള് മാത്രമല്ല, ഭജനകെട്ടിടം മാത്രമല്ല, അത് ഭാരതത്തിന്റെ സമഗ്ര പുരോഗതിക്ക് നാന്ദി കുറിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അയോധ്യയിൽ ഈ ക്ഷേത്രം വരുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക അഭിവൃദ്ധി, ഇപ്പോ ഈ സാമ്പത്തിക ധനതത്വശാസ്ത്രത്തെ ഒക്കെ കേവലം ഭൗതിക വസ്തുവായി മാത്രം കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഉജ്ജയിനിയിലെ ആ വലിയ ഉജ്ജയിൻ മഹാകാലിന്റെ ആ മുന്നിലത്തെ ഈ മാറ്റം വന്നോടുകൂടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ മധ്യപ്രദേശിൽ പോയപ്പോ അവിടുത്തെ ധനകാര്യമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു, എത്ര വലിയ മാറ്റമാണ് അവിടുത്തെ ഇൻകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക രംഗത്ത്. അത് ഉജ്ജയിനിൽ മാത്രം ചെലവഴിക്കാനുള്ളതല്ല. ഈ അയോധ്യയെയും ഉജ്ജയിനിയെയും കാശിയെയും ഒക്കെ എതിർക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനടക്കം പ്രയോജനം കിട്ടുകയാണ്. ഇവിടെ വരുന്ന റെയിൽവേ ലൈനൊക്കെ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഈ ക്ഷേത്ര എക്കണോമി, ടെമ്പിൾ എക്കണോമി നൽകുന്ന പങ്കുകൂടിയുണ്ട്. കാശിയിലെ ആ വലിയ കോറിഡോർ ഉണ്ടായതിനു ശേഷം വന്ന മാറ്റം. എന്തിനിപ്പോ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നിട്ടില്ല, നാളെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ എത്രായിരം കോടി രൂപയുടെ മുതൽ മുടക്കാണ് അയോധ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അനുരണനങ്ങൾ, അതിന്റെ ഒരു റിപ്പിൾ എഫക്ട്, എക്കണോമിക് റിപ്പിൾ എഫക്ട്, അത് ഭാരതം മുഴുവൻ വ്യാപിക്കും, യാതൊരു സംശയമില്ല. 100 വമ്പന്മാരാണ് 5 സ്റ്റാർ ഹോട്ടലുകൾ അയോധ്യ എന്ന ചെറുനഗരത്തിൽ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. എത്ര ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവറാണ് അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് 2025 ജനുവരി ആകുമ്പോഴേക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചത് ഫിക്കിയെ പോലത്തെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വെറും രാമഭജനത്തിലോ ഒതുങ്ങാൻ പോകുന്നതല്ല. അവിടെ സയൻസ് സിറ്റി ഉണ്ടാക്കാൻ പോകുന്നു. 100 ഏക്കറിൽ വലിയ സയൻസ് സിറ്റി ഉണ്ടാകാൻ പോകുന്നു, നോളജ് സിറ്റി ഉണ്ടാകാൻ പോകുന്നു. എക്കണോമി എന്ന് പറയുന്നത്
ഒരു ഒരു വസ്തു, ഒരു ഭൗതിക വസ്തു കൊടുത്തിട്ട് കിട്ടുന്ന പണത്തിന്റെ പേരിൽ മാത്രമല്ല, ഈ മന്ത്രങ്ങളിലൂടെ, ഈ ആധ്യാത്മികതയിലൂടെയും എക്കണോമി ഉണ്ടാകും. അതിനെയാണ് കൾച്ചറൽ എക്കണോമി അല്ലെങ്കിൽ സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്നത്. ഇതേപോലെ ഒന്നാണ് എഡ്യൂക്കേഷൻ എക്കണോമി. ഇത് രണ്ടും മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരാണത് നാളെ അത് അനുഭവിക്കാൻ പോകുന്നത്. ആ തിരിച്ചറിവ് ഈ കുഞ്ഞുങ്ങൾക്ക്, വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ മാറ്റവും അയോധ്യ നമ്മുടെ മുന്നിൽ വിടർത്തി കാണിക്കുകയാണ്. അതെ, യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടുങ്ങിയ ഗലികളും ഹവേലികളും മാത്രമുള്ള അയോധ്യയല്ല ഇന്നിവിടെ ഉള്ളത്. എന്തായാലും സമൃദ്ധിയും പുരോഗതിയൊക്കെ കളിയാടിയിരുന്ന അയോധ്യയെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ അങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു അയോധ്യ തിരിച്ചു വരികയാണ്, പുരോഗതിയും സമൃദ്ധിയും ഉൾപ്പെടെ തിരിച്ചു വരികയാണ്. താങ്കൾ അതിനെക്കുറിച്ചാണ് വിശദമായി പറഞ്ഞത്.